തുല്യമീ ജീവിതം വയലിൽ, പുല്ലിനു തുല്യമീ ജീവിതം വയലിൽ, പൂവെന്ന പോലിതു പൂക്കുന്നതുലകിൽ, പൂവെന്ന പോലിതു വാഴ്ത്തുക വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ, എൻ പരനെ വാഴ്ത്തുക നീ മനമേ. വാഴ്ത്തുക തൻ ശുദ്ധ നാമത്തെ പേർത്തും, വാഴ്ത്തുക തൻ ശുദ്ധ നാമത്തെ പേർത്തും, പാർത്ഥിവൻ തൻ ഉപകാരത്തെയോ, പാർത്ഥിവൻ തൻ ഉപകാരത്തെയോ, വാഴ്ത്തുക നീ മനമേ, എൻ പരനെ വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ, എൻ പരനെ വാഴ്ത്തുക നീ മനമേ. ദാവീദിന്റെ ഒരു ആരോഹണ ഗീതം, 133-ാം സങ്കീർത്തനം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്, എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അത് വസ്ത്രത്തിന്റെ വെളുപ്പിലേക്ക്, നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി, അവന്റെ തലയിലെ വിശേഷതൈലം പോലെയും, സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യമഞ്ഞു പോലെയുമാകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. ഓ ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വലിയവനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നീ പ്രഭാതത്തിൽ എൻ്റെ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുന്ന അടിയങ്ങളോട് മനസ്സലിവ് തോന്നണമേ. ഞങ്ങളുടെ ആരാധനയെ കൈക്കൊള്ളുവാൻ, ഞങ്ങളെ സ്വീകരിപ്പാൻ, കർത്താവെ ഞങ്ങളിൽ പ്രസാദിപ്പാൻ എൻ്റെ കർത്താവ് പ്രസാദിക്കേണ്ടതിന് വേണ്ടി നാഥ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുനഃനാം മഹത്വം എടുക്കുമാറാകട്ടെ. കർത്താവെ, ഇന്നത്തെ ആരാധനയെ കർത്താവ് അംഗീകരിക്കണമേ. കർത്താവെ, ആരാധനയെ കർത്താവ് സ്വീകരിക്കുമാറാകണമേ. അനേകർക്ക് ഇത് നിമിത്തം വെളിച്ചം കാണുവാനും യഥാസ്ഥാനം പ്രാപിപ്പാനും ക്രമീകരിക്കപ്പെടുവാനും ഇടവരുമാറാകട്ടെ. കർത്താവ് പുനഃനാം മഹത്വം എടുക്കുവാനാണ് തക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കാത്തോളം അനുഗ്രഹിക്കണമേ, യേശുവിന്റെ നാമത്തിൽ. നമുക്കിരിക്കാം. ക്രിസ്തു യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവ് ഈ ഒരാഴ്ചപ്പെട്ട കാലവും കൂടി നമുക്ക് ആരാധിപ്പാൻ കൃപ നൽകി. നാം എത്രമാത്രം ആരാധനയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചിട്ടുണ്ട്, വളർച്ച പ്രാപിച്ചിട്ടുണ്ട്, ഇതൊക്കെയും ദൈവത്തിങ്കിൽ നിന്ന് നമ്മൾ പ്രാപിച്ചിരിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം അടുത്ത ഒരു ആരാധനയ്ക്ക് മുമ്പ് കർത്താവ് തൻ്റെ വാഗ്ദത്തം പാലിച്ച് തൻ്റെ ജനത്തെ സ്വീകരിക്കുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്ത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിനെന്താ, കർത്താവ് വരണം വരട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയല്ല. പിന്നെയോ, കർത്താവ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വരാം, ഇത്തിരിയൂടെ കഴിയട്ടെ എന്ന് താമസിപ്പിക്കുന്ന, മനഃപൂർവ്വം താമസിപ്പിക്കുന്നതല്ല. പിന്നെയോ, 2 പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, നമ്മൾ കറയും കളങ്കവും ഇല്ലാത്തവരായി പൂർണ്ണ സമാധാനത്തോടെ കാണപ്പെടണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം? കർത്താവ് വരുമ്പോൾ എന്തെങ്കിലും ഒരു പ്രയോജനം വേണമെങ്കിൽ, കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് നമ്മുടെ ജീവിതം ധന്യമായി തരണമെങ്കിൽ നമ്മൾ സമാധാനത്തിലായിരിക്കണം. മരണസമയത്തും ലോകത്തിൽ നിന്ന്, ഈ ലോക ജീവിതത്തിൽ നിന്ന് മനുഷ്യൻ മാറ്റപ്പെടുമ്പോൾ, ആത്മീയ മണ്ഡലത്തിലേക്ക് മാറ്റപ്പെടുമ്പോൾ
ഒരു വിട്ടുവീഴ്ചയും ആ കാര്യത്തിനില്ല. അവൻ സമാധാനത്തിലായിരിക്കണം. അവൻ്റെ പ്രാണൻ സമാധാനത്തിലായിരിക്കണം. അശേഷം കലക്കമോ ദോഷമോ ഭാരമോ പ്രയാസമോ ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ആയിരിക്കണം. അതിനെന്താ വഴി? നമ്മൾ വചനത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇസ്രായേലിനെ ശപിക്കാമെന്ന ബലയാം കൂലിക്ക് രാഗാമെന്നതാ. ഒരു രാജാവ് പറഞ്ഞിട്ടാ. രാജാവിൻ്റെ സ്വാധീനം, രാജാവിൻ്റെ സമ്മാനം കണ്ട് എല്ലാവരും സമ്മാനം കൊടുക്കുന്ന പോലെ അല്ല രാജാവ് സമ്മാനം കൊടുക്കുന്നു. അത്രമാത്രം മാനിച്ചും സ്നേഹിച്ചും പ്രതിഫലം കൊടുത്തും ഇന്ന് ഈ ഒരു ഘട്ടം അങ്ങോട്ട് കഴിഞ്ഞാൽ ഇന്ന് വരെയുമുള്ള ബലയാമല്ല നാളെ. നാളെ സമ്പന്നനാണ്. എങ്ങനെയൊക്കെ? സമ്പത്ത് കൊണ്ട് മാത്രമല്ല, ബലയാമിന് എന്ത് വേണോ അത് അത് കിട്ടുക. അത് നാളെ സാധിക്കാൻ പോവാ. അപ്പൊ അതിനാ പ്രാകാൻ വന്നിരിക്കുന്നത്. അപ്പൊ അത്രമാത്രം വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് സുബോധമില്ലെന്നാണ്. സമ്മാനം നിമിത്തം സുബോധമില്ല. ഒരാള് കണ്ട് സമ്മാനം നിമിത്തം സുബോധമില്ലാതാവണമെങ്കിൽ ഒരിക്കൽ ഒരാൾക്ക് ഇവിടെ ഇന്നത്തെ കാലത്താണ് ഈ ലക്ഷങ്ങളും കോടികളും ഒന്നും വിലയില്ലാതെ. മുൻപുള്ള കാലങ്ങളിൽ ഒരു ലോട്ടറി അടിക്കുന്നത് 1,00,000 രൂപയാണ്. അന്ന് 1,00,000-ത്തിന് അതിൻ്റെ ടിക്കറ്റ് എടുക്കാനുള്ള കാശ് പോലും അത് 1 രൂപയോ 50 പൈസയോ അങ്ങനെ എന്തോ അതുപോലും മനുഷ്യൻ്റെ കയ്യിലില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ആ 1,00,000 രൂപ ലോട്ടറി ഒരാൾക്ക് അടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ ടിക്കറ്റ് നോക്കി അത് ഉറപ്പാക്കിയതിന് ശേഷം അദ്ദേഹം കുഴഞ്ഞു വീണു എന്ന്. അത്രമാത്രം ഹൃദയാഘാതം, അത്രമാത്രം ഹൃദയത്തിൽ മാറ്റം വന്നു. ഹൃദയത്തിൽ കൊണ്ട് ഭ്രമിച്ചു പോയി. അത്രമാത്രം ഹൃദയം കൊണ്ട് അങ്ങോട്ട് ഭ്രമിച്ചു പോയി, സുബോധം പോയി. ഇതുപോലെ ബലയാം ഇത്ര സമ്മാനം തനിക്ക് വന്നിരിക്കുന്നത് കണ്ട് ഒറ്റ കാര്യം ചെയ്താൽ മതി. ഇസ്രായേലിനെ നോക്കിക്കൊണ്ട് പറഞ്ഞാൽ മതി, നീ ഗുണം പിടിക്കില്ല, നീ നന്നാവില്ല, നശിച്ചു പോവുകയുള്ളൂ എന്നൊന്ന് പറഞ്ഞാൽ മതി. വല്ല നഷ്ടമുള്ള കാര്യമാണോ? കാരണം ബലയാം പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. അത് രാജാവിനറിയാം. അവൻ തയ്യാറായിട്ട് വന്നിരിക്കുക. ദൈവത്തെ കൊണ്ട് സമ്മതിപ്പിക്കാൻ നോക്കി. ഒടുവിൽ നിന്റെ വഴി നാശകരമെന്ന് ഞാൻ കാണുന്നെന്ന് ദൂതൻ മുഖാന്തരം ദൈവം പറഞ്ഞതാ. എന്നിട്ടും പോയപ്പോ ബലയാമിന് ദൈവം ഒരു കാഴ്ച കാണിച്ചു കൊടുത്തു. ബലയാം അങ്ങോട്ട് നോക്കിയപ്പോ ആ പോകുന്നതിൽ ഇസ്രായേലിനെ പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചു. എന്ന് പറഞ്ഞാൽ വിശ്വസ്തന്മാരെ. അതിനകത്തുള്ളവർ മുഴുവൻ നശിച്ചു പോയവരല്ല. മരുഭൂമിയിൽ പെട്ടുപോയവരുണ്ട്, ധാരാളമുണ്ട്. എന്നാൽ അതിലുള്ള ഭക്തന്മാര് മരിക്കുന്ന അവസ്ഥ ദൈവം ദർശനത്തില് ബലയാമിന് കാണിച്ചു കൊടുത്തു. ബലയാം നോക്കിയപ്പോ ഭക്തന്മാര് മരിക്കുക. കാലേബ്, യോശുവ, പുതിയ തലമുറ, ഇത് അങ്ങനെയുള്ളവരൊക്കെ ഭക്തന്മാര് അവര് തങ്ങളുടെ ശുശ്രൂഷ തികച്ചതിന് ശേഷം മരിക്കുക. ആ കാഴ്ച കണ്ട് അതിശയിച്ചു പോയി. അയ്യോ, എന്താ കാണുന്നത്? തന്റെ ഭക്തന്മാരെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ദൈവം സ്തെഫാനോസിന്റെ മരണത്തിൽ കർത്താവ് എഴുന്നേറ്റ് നിൽക്കുന്നു. സ്തെഫാനോസിനെ നോക്കി തന്റെ ഭക്തൻ മരിക്കുകയാണ്. ആ സമയത്തുള്ള രംഗമെന്ന് പറയുന്നത് 10 വർഷം പഠിച്ചതിന്റെ, പണ്ടൊക്കെ 10 വർഷം പഠിച്ചതിന്റെ കൂലിയാണ് അവസാനം 10 വർഷം കഴിയുമ്പോൾ പരീക്ഷ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ആ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ആ സമയം, അന്ത്യസമയം വരുമ്പോൾ ആ സമ്മാനം കിട്ടുന്ന ദിവസമാണ്
മരണദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം മരണ ദിവസം ജനന ദിവസത്തേക്കാൾ ഉത്തമമാണ്. ഇതാ ദൈവം കാണിച്ചു കൊടുത്തത്. ആത്മീയ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ആരൊക്കെയാണ്? സ്വർഗം തുറന്നു, ഭക്തന്റെ മരണം, ദൈവം എഴുന്നേൽക്കുന്നു, ദൂതന്മാർ വരുന്നു, ഭക്തന്റെ പ്രാണനെ എടുക്കുന്നു, ശരീരം ഭക്തിയുള്ള പുരുഷന്മാർ ശരീരം മറവ് ചെയ്യുന്നു, ഈ ആത്മാവിനെ സ്വർഗത്തിലേക്ക് എടുക്കുന്നു. ആകെ വലിയൊരു ചടങ്ങാണ്, വലിയൊരു ദൈവപ്രവൃത്തി നടക്കുന്ന സന്ദർഭമാണ്. ഇത് ദൈവം അവർക്ക് ബലിയാമിന് കാണിച്ചു കൊടുത്തു. നോക്കിയപ്പോ എന്തിനാ ഈ ജീവിതം? എന്ത് സമ്പാദിച്ചിട്ടെന്താ? എങ്ങനെ ജീവിച്ചിട്ടെന്താ? ആരെയെല്ലാം ഏതെല്ലാം തരത്തിലായിരുന്നിട്ടെന്ത് കാര്യം? ആ സന്ദർഭം പ്രാപിച്ചില്ലെങ്കിൽ എന്ത് പ്രയോജനം? ജന്മം പാഴായി പോവും. ഉടനെ തന്നെ രാജാവിന്റെ സമ്മാനമൊക്കെ വിട്ടു, പ്രതിഫലമൊക്കെ വിട്ട് പ്രാകാൻ പോയ ബലയാം പറയുകയാണ്, ഇതാ ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ, എൻ്റെ അവസാനം അവൻ്റേതുപോലെ ആകട്ടെ. ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ, എൻ്റെ അവസാനം അവൻ്റേതുപോലെ ആകട്ടെ. അപ്പോൾ സമ്മാനം തൻ്റെ മുമ്പിൽ ദൈവം ഒരു പ്രതിഫലം കാണിച്ചു, ബാലാക്ക് രാജാവ് ഒരു പ്രതിഫലം കാണിച്ചു. ബാലാക്ക് രാജാവ് കാണിച്ച പ്രതിഫലം സ്വർണം, വെള്ളി, ഉന്നത സ്ഥാനങ്ങൾ, മാനം, വസ്ത്രം, പാർപ്പിടം, ഇങ്ങനെ അധികാരം മുതലായിട്ടുള്ള അനവധി സമ്പത്തുകളും കാര്യങ്ങളും ഒക്കെ ബാലാക്ക് രാജാവ് കാണിച്ചു. ദൈവം കാണിച്ചത് ഇതൊന്നും കാണിച്ചില്ല. നാളെ നീ രാജാവായി തീരുമെന്നോ നിനക്ക് ഇന്ന സമ്മാനം കിട്ടുമെന്നോ ഒന്നും കാണിച്ചില്ല. ദൈവം കാണിച്ചത് സമാധാനത്തോടെയുള്ള മരണം, ഈ ലോകത്തിൽ നിന്ന് സമാധാനത്തോടെ കടന്നു പോവുക. ആ സമയത്ത് സമാധാനത്തോടെ കടന്നു പോകുന്ന സമയത്ത് അത് ദൈവത്തിന് വിലയേറിയതായതുകൊണ്ട് ദൈവദൂതന്മാർ വന്ന് ദൈവം അതിന്മേൽ ദൃഷ്ടി വെച്ച് ആ പ്രാണനെ എടുത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച അതെ ദൈവം കാണിച്ചോളൂ. അത് ബലയാമനെന്നല്ല, സകല മനുഷ്യർക്കും ദൈവത്തിന് കാണിക്കാൻ ഈ ഒറ്റ കാര്യമുള്ളൂ. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നിനക്കുള്ള പ്രതിഫലം എന്ന് പറയുന്നത് എത്ര ആകാശം മുട്ട ചാടിയാലും സമ്മാനം മേടിക്കണമെങ്കിൽ താഴത്ത് വരണമെന്ന് കേട്ടിട്ടുണ്ട്. ഇതുപോലെ ഏത് മനുഷ്യൻ ഏത് നിലയിൽ ജീവിച്ചാലും അവൻ കൂലി മേടിക്കണമെങ്കിൽ, അതായത് തൻ്റെ ജീവിതത്തിൽ ധന്യമായി തീരണമെങ്കിൽ ആ സന്ദർഭം, ആ സമയം അത് വിലപ്പെട്ടതാണ്. ആ സന്ദർഭം വിലപ്പെട്ടതാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത് അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്കൊത്തവണ്ണമായിരിക്കും. നമ്മളീ കഷ്ടപ്പെടുന്നതും നമ്മളീ ചിന്തിക്കുന്നതും നമ്മളീ സംസാരിക്കുന്നതും നമ്മളീ ആരാധിക്കുന്നതും ഇത് മുഴുവനും ആ ഒരൊറ്റ ദിവസത്തിലേക്കാണ് ഇവിടുന്ന് മാറ്റപ്പെടുന്നത്. അത് കർത്താവ് വന്നിട്ട് മാറ്റുവാണെങ്കിലും ജീവാവസാനം വന്ന് വാർദ്ധക്യത്തിൽ വന്നിട്ട് ഇവിടുന്ന് മാറുകയാണെങ്കിലും ആ സമയത്ത് ദീർഘായുസ് കൊണ്ട് തൃപ്തി വന്നവരായി മതി നല്ലൊരു പുനരുത്ഥാനത്തെ കണ്ടുകൊണ്ട് ഇത് പോയാലും ഇതാ ഞാൻ കർത്താവിനോട് കൂടി എഴുന്നേൽക്കുന്നൊരു ദിവസമുണ്ട് എന്ന് കണ്ട് സമാധാനത്തിൽ ദൈവത്തിങ്കൽ കാര്യങ്ങൾ പരമേൽപ്പിച്ച് കടന്നു പോകുന്ന ആ നിമിഷം. എന്നാൽ ബലയാം താൽക്കാലികമായിട്ട് അത് തിരഞ്ഞെടുത്തു. ദൈവം പറഞ്ഞത് തിരഞ്ഞെടുത്തു. അത് മതി, എനിക്ക് ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ ദൈവമേ. കാലേബ് മരിക്കുന്നത് പോലെ, യോശുവ മരിക്കുന്നത് പോലെ, ഒരു ദൈവഭക്തൻ മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ ദൈവമേ. എൻ്റെ അവസാനം അവൻ്റേതുപോലെ ആകട്ടെ. അവസാന നിമിഷം അത് ക്രൂശീകരണമായിരിക്കാം, വെട്ടിക്കൊലപ്പെടുത്തുകയായിരിക്കാം,
ജടയാടുകളെ തോല് ധരിച്ച് വയ്ക്കാം, കല്ലേറ് കൊണ്ട് സ്തെഫാനോസ് പോലെ മരിക്കുകയായിരിക്കും. എന്തായിരുന്നാലും കർത്താവ് പത്രോസിനോട് പറഞ്ഞതുപോലെ നീ ഇന്നവിധ മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. അത് മതി. മരണത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തി പൂർണ്ണ സമാധാനത്തിൽ ദൈവത്തോട് ചേരുന്ന ഒരവസ്ഥ. ഇതാണ് ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിൽ അവനെ എത്ര കഷ്ടപ്പെട്ടാലും അവന് കിട്ടുന്ന പ്രതിഫലം. അല്ലാത്തതൊക്കെയും പോകാൻ സമയത്ത് ഈ പറഞ്ഞവൻ എന്ത് സംഭവിച്ചെന്നറിയോ? ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ, എൻ്റെ അവസാനം അവൻ്റേതുപോലെ ആകട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചവൻ ഒടുവിൽ മനം തിരിഞ്ഞ്, ദർശനം കഴിഞ്ഞപ്പോൾ മനം തിരിഞ്ഞ് ആ ജനത്തെ നശിപ്പിക്കാനുള്ള വഴി ഉപദേശമായിട്ട് ഇസ്രായേലിന് പറഞ്ഞു കൊടുത്തു. ബാലാക്ക് രാജാവിന് പറഞ്ഞു കൊടുത്തു, ശത്രുവിന് പറഞ്ഞു കൊടുത്തു. അത് നിമിത്തം അനേക ദൈവത്തിൻ്റെ മക്കളെ ശത്രു വലയ്ക്കാനിടയായിത്തീർന്നു, ദൈവകോപം വരാനിടയായിത്തീർന്നു. മരണസമയം വന്നു. യുദ്ധത്തിൽ പോരാളികൾ വന്നു വെട്ടി. ശത്രുക്കളെ വെട്ടിയ കൂട്ടത്തിൽ ഈ മനുഷ്യനുണ്ടായിരുന്നു, ഈ പ്രവാചകനുണ്ടായിരുന്നു. ബലയാം എന്ന പ്രവാചകനും ശത്രുവിൻ്റെ വെട്ടുകൊണ്ട്, മനുഷ്യന്റെ വാളുകൊണ്ട് വെട്ടുകൊണ്ട് വീണ് മരിച്ചു. അപ്പോ അവൻ പ്രാർത്ഥിച്ചതെന്താ? ഭക്തന്മാർ മരിക്കും പോലെ ദൈവമേ ഞാൻ മരിക്കട്ടെ, എൻ്റെ അവസാനം അവൻ്റേതുപോലെ ആകട്ടെ. പക്ഷെ അതെന്താ അങ്ങനെ സംഭവിച്ചില്ലല്ലോ? വചനം പറയുന്നത് പ്രാർത്ഥിച്ചതുപോലെ പ്രവർത്തിക്കണമെന്നല്ല, അവരുടെ അവസാനം അവരുടെ പ്രവൃത്തി പോലെയായിരിക്കും. അവൻ പ്രവർത്തിച്ചതിന് തക്കവണ്ണമാണ് അത് അവസാനിച്ചു. അവൻ സമാധാനത്തിൽ ഇവിടെ നിന്ന് പോകുവാൻ തക്കവണ്ണം ഒരു പ്രവൃത്തി അവനിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് കർത്താവിൻ്റെ സഭ കർത്താവിനെ കാത്തിരിക്കുമ്പോൾ കർത്താവ് വരാൻ താമസിക്കുന്നത് പൂർണ്ണ സമാധാനത്തിൽ നമ്മളാകാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന് ജനം പൂർണ്ണ സമാധാനത്തിലാകാൻ വേണ്ടിയിട്ടാണ്. ഇല്ല എങ്കിൽ ബലയാം പോയതുപോലെ പോകുന്നുവെങ്കിൽ നാളെ ഇവിടെ കാഹളത്തിന്റെ ധ്വനി ഇവിടെ ഉണ്ടാവും. 3 ശബ്ദം. കർത്താവ് തൻ്റെ ഗംഭീരനാദം പുറപ്പെടുവിക്കും, പ്രധാന ദൂതൻ ശബ്ദിക്കും, ദൈവം തൻ്റെ കാഹളം പുറപ്പെടുവിക്കും. ഈ 3 ശബ്ദങ്ങൾ ഇവിടെ വരുമ്പോൾ ബലയാം തിരിച്ചു വരില്ല. ബലയാമിനോട് ദൈവത്തിന് പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നും ഉണ്ടായിട്ടല്ല. പാപികളോട് ക്ഷമിക്കുന്നവനാ ദൈവം. പാപി അങ്ങനെ തന്നെ മരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, അവൻ നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മരിക്കുന്നതിന്റെ മരണത്തിൽ ഇഷ്ടമില്ലാത്തവനാണ് ദൈവം. പക്ഷെ ബലയാം ഉണ്ടാവില്ല ഈ ശബ്ദത്തിങ്കൽ. കർത്താവ് തന്നെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി വരുമ്പോൾ ബലയാം ആ ശബ്ദം കേൾക്കുകയില്ല, വരികയില്ല. അവൻ പോയ സ്ഥലം വേറെയാണ്. എന്തുകൊണ്ടാണ് ഉണ്ടാവില്ലാത്ത? അവൻ സമാധാനത്തിൽ പോയവനല്ല, അസമാധാനത്തിൽ പോയവനാണ്. എന്നാൽ അവൻ പ്രാർത്ഥിച്ചത് എന്താ? ഭക്തന്മാരുടെ അവസാനം പോലെയുള്ള അവസാനവും മരണവും അവൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത്. പക്ഷെ ലഭിച്ചത് തുറന്നു. അതെന്താ അങ്ങനെ? അത് അവൻ്റെ പ്രവൃത്തി മറ്റൊന്നായി. ഇന്ന് ദൈവസന്നിധിയിൽ നാം ഇന്നായിരിക്കുമ്പോൾ നാം ഓർക്കേണ്ടത് നമ്മുടെ പ്രവൃത്തി എങ്ങനെയുള്ളത്, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, നമ്മൾ പരിശോധിക്കുന്നത് അതാണ്. ദൈവത്തിന് മുമ്പാകെ നമ്മൾ ആരാധനയ്ക്കായിട്ട് വരുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ട വിഷയം അതാണ്. 2 ഭാഗമുണ്ട്. 1 ക്രിയ, 2 കർമ്മം. ക്രിയയും കർമ്മവും, അതായത് പ്രവൃത്തിയും കർമ്മവും, അല്ലെങ്കിൽ പ്രവൃത്തിയും കൂദാശയും എന്ന്
സമുദായക്കാരുടെ പറയുന്ന പോലെ സക്രമന്ത്. അതിൻ്റെ അർത്ഥം ഒരു മനുഷ്യൻ എങ്ങനെ ജീവിച്ചോ ആ ജീവിതം അത് കഴിഞ്ഞവൻ കർമ്മത്തിലേക്ക് വരും. നമുക്ക് കർമ്മം എന്ന് പറയുന്നത് ഒരു കർമ്മത്തിൽ കൂടി നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നവരാ. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് ക്രിസ്തുവിനെ ധരിച്ച് ക്രിസ്തുവിൻ്റെ രക്തം തെളിച്ച് നമ്മൾ ക്രിസ്തുവിനെ ധരിച്ച് വിശ്വാസത്തിലേക്ക് വന്നവരാ. അങ്ങനെ നമ്മുടെ ഒരു കർമ്മം ജീവിതത്തിൽ പ്രാപിക്കേണ്ട ഒരു കർമ്മം കഴിഞ്ഞു. അതൊന്നേ ഉള്ളൂ, അത് എന്നേക്കുമായിട്ട് കഴിഞ്ഞു, ഇനിയില്ല. പ്രാണന്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത കർമ്മം എന്ന് പറയുന്നത് തിരുവത്താഴ ശുശ്രൂഷ. അതും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് അന്ത്യത്തോളം ചെയ്യണം, കർത്താവ് വരുന്നവരെയും ചെയ്യണം. അതാണ് നമുക്ക് തന്നിട്ടുള്ള കർമ്മം. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവഭയത്തോടും ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തിയോടും കൂടി ആകുന്നുവെങ്കിൽ ആ കർമ്മത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ എന്നെ തിന്നുന്നതിന് എന്മൂലം ജീവിക്കും, കർത്താവിനെ പ്രാപിക്കുന്ന ഒരു ശുശ്രൂഷയായി പരിണമിക്കും. ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഗ്രഹിക്കുന്ന കാര്യമാണ്. എന്നാൽ ഇവിടെ ഇന്ന് നമ്മൾ ആരാധനയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന വാഗ്ദത്തം, ആരാധനയിൽ കൂടി തന്നിരിക്കുന്ന വാഗ്ദത്തം, ആദ്യോടൊന്നും ദൈവം ആഗ്രഹിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ആദ്യം പഠിച്ചു. കർത്താവ് തന്നെ വരാൻ താമസിക്കുന്നത് നമ്മൾ പൂർണ്ണ സമാധാനത്തിലായിത്തീരാൻ വേണ്ടിയിട്ടാണ്. പൂർണ്ണ സമാധാനത്തിലായിത്തീരാൻ, അല്ലെങ്കിൽ പ്രയോജനമില്ല. അല്ലെങ്കിൽ അതുകൊണ്ട് കർത്താവിൻ്റെ വരവ് കൊണ്ട് നമുക്ക് പ്രയോജനം ചെയ്യില്ല. അതിന് വിരോധമായിട്ട് നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആകയാൽ കറയും കളങ്കവും ഇല്ലാത്തവരായി. അപ്പം മനുഷ്യന് സമാധാനം ഇല്ലാതാക്കി തീർക്കുന്ന രണ്ട് കാര്യങ്ങളാണ് കറ. കറ എന്ന് പറഞ്ഞാൽ ജഡത്താൽ കറ പിടിച്ച അങ്കി. ജഡം അതായത് ശരീരത്തിന്റെ പ്രവൃത്തി, ആത്മാവിന്റെ പ്രവൃത്തി എന്നിങ്ങനെ രണ്ട് പ്രവൃത്തികൾ ദൈവത്തിന്റെ സഭയ്ക്ക് അവരുടെ മുൻപിൽ സംഭവിക്കാൻ തക്കവണ്ണം ഉണ്ട്. ജഡത്തിന്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ പത്രോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ. ജഡം മോഹിപ്പിക്കും, ജഡത്തിൽ കൂടി മോഹം ഉണ്ടാക്കും. ആ മോഹം നിവർത്തിച്ചു കഴിയുമ്പോൾ കറയുണ്ടാകും. അപ്പോൾ കറയായി തീരുന്ന ഒന്ന് പറയുന്നത് മനുഷ്യനിൽ മോഹം ജനിക്കുന്നു. ആ മോഹം നിവർത്തിച്ചു കഴിയുമ്പോൾ അത് കറയായി തീർന്നു. ഈ കറയാണ് പിന്നെ സകല പ്രശ്നങ്ങൾക്കും കാരണം. രോഗം, ഭാരം, അസമാധാനം, പ്രശ്നങ്ങളാണ് പിന്നെ. അതുകൊണ്ടാണ് വചനം പറയുന്നത് മോഹിച്ചൊന്നും പ്രാപിക്കരുത്. മോഹിച്ച് പ്രാപിച്ചു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് മോഹിക്കുന്നു, പ്രാപിക്കുന്നു, കറയായിത്തീരുന്നു, അതോടുകൂടി സമാധാനം നഷ്ടപ്പെടുന്നു, രോഗിയായിത്തീരുന്നു, നിത്യമായി ഭാരമായിത്തീരുന്നു. അങ്ങനെയുള്ളവനെ കർത്താവിന് വേണ്ട. അതുകൊണ്ട് കറ പാടില്ല, മോഹം നിവർത്തിക്കരുത്. ഒരിക്കലും നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന മോഹം നിവർത്തിക്കാൻ പാടില്ല. അതിനോട് എതിർത്ത് നിൽക്കണം. അത് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമാണ്, കറയുണ്ടാക്കുന്നതാണ്. കറ. രണ്ടാമത്തതാണ് കളങ്കം. മനുഷ്യന്റെ കളങ്കം എന്ന് പറയുന്നത് യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യമാണ്. നിഷ്കളങ്കതയുണ്ട്, കളങ്കതയുണ്ട്. വചനം അനുസരിക്കാതെ കളങ്കപ്പെട്ടിരിക്കുന്നവരുണ്ട്. കളങ്കപ്പെട്ടിരിക്കുന്നു അവര് ആ കളങ്കം എത്തിച്ചേരുന്നത് അവരുടെ ജീവിതത്തിൽ അസമാധാനത്തിലേക്കാണ്. ശൗല് ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ചില്ല. അത് നിമിത്തം
അവൻ കളങ്കമുള്ളവനായി തീർന്നു, അവൻ സമാധാനമില്ലാത്തവനായി തീർന്നു. അങ്ങനെ അവൻ സമാധാനമില്ലാത്തവനായി തന്നെ മരിച്ചു. അതാണ്. ദാവീദ് കറയുള്ളവനായി തീർന്നു. ദാവീദിന്റെ ജഡത്തിന്റെ മോഹം അവൻ നിവർത്തിച്ചു. ഊരിയാവിനെ കൊന്നു, അവന്റെ ഭാര്യയെ എടുത്തു. കറയുള്ളവനായി തീർന്നു, സമാധാനം നഷ്ടപ്പെട്ടു. അപ്പൊ ദാവീദ് കറയാൽ സമാധാനമില്ലാത്തവനായിട്ടും ശൗല് കളങ്കത്താൽ സമാധാനമില്ലാത്തവനായിട്ടും മരിക്കാൻ പോവാ. ശൗലിനെ തിരിച്ചു കൊണ്ടുവരാൻ കർത്താവിനെ സാധിച്ചില്ല. ദാവീദിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു. ദാവീദ് തന്റെ തെറ്റ് മനസ്സിലാക്കി, മാനസാന്തരപ്പെട്ടു, യഥാസ്ഥാനപ്പെട്ടു, നിലവിളിച്ചു, അതിൽ നിന്ന് ഒഴിവാക്കി. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത്, ഇന്ന് മനുഷ്യ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ആരാധിപ്പാൻ കടന്നു വന്നിരിക്കുക. ഈ ആരാധന കൊണ്ട് സാധിക്കുന്നത് എന്താ? നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്, പഴയ നിയമത്തിൽ ആരാധനക്കാരന് പൂർണ്ണ സമാധാനം വരുത്താൻ സാധിക്കാത്ത യാഗങ്ങളും വഴിപാടുകളും പഴയ നിയമത്തിൽ അർപ്പിച്ചിരുന്നു. അപ്പൊ പഴയ നിയമത്തില് സമാധാനത്തിന് തന്നെയാ വരണത്. എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാന്ന് അരുളി ചെയ്യുമ്പോൾ ദൈവം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നിങ്ങൾ സമാധാനത്തിലാകാൻ വേണം. നിങ്ങൾ സമാധാനത്തിലായിത്തീരാൻ ആരാധിച്ചേ പറ്റൂ. സമാധാനത്തിലായി തീരുവാൻ നിങ്ങൾ ആരാധിച്ചേ പറ്റൂ. ആ ആരാധനയിൽ കൂടി നിങ്ങൾക്ക് സമാധാനം വരണം. പഴയ നിയമത്തിൽ പൂർണ്ണ സമാധാനം വന്നില്ല, എന്നാൽ ഇന്ന് പുതിയ നിയമത്തിലോ പൂർണ്ണ സമാധാനം. ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ നിർമ്മല മനസ്സാക്ഷി ഉണർന്ന് ഇന്ന് ആരാധന കഴിയുമ്പോൾ പൂർണ്ണ സമാധാനത്തിൽ നമ്മൾ എഴുന്നേൽക്കണം. പൂർണ്ണ സമാധാനം, അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. പൂർണ്ണ സമാധാനത്തിലായി തീരണമെന്നുള്ളത് ചെയ്തു തന്നെയാണ്, എന്നാൽ ആരാധിക്കണമെന്നുള്ളത് ചെയ്തു തന്നെയാണ്. അടുത്തതാണ് നമ്മളെ ചിന്തിച്ച രണ്ട് വിഷയം: ജീവിതത്തിൽ കിടക്കുന്ന കറയും കളങ്കവും. അത് നീങ്ങണം. ഇത് രണ്ടും നീക്കിയിട്ട് വേണം ആരാധിക്കാൻ. ഇത് രണ്ടും നീക്കിക്കഴിഞ്ഞാൽ ആരാധന യഥാസ്ഥാനപ്പെടും. ആരാധന യഥാസ്ഥാനപ്പെട്ടു കഴിഞ്ഞാൽ പൂർണ്ണ സമാധാനമാണ്. അതാണ് ഒരു ആരാധനയുടെ പ്രത്യേകത. ദൈവത്തിന് മുമ്പാകെ ഒരു ആരാധന എന്ന് പറയുന്നതിൻ്റെ വലിപ്പവും പ്രാധാന്യവും അതിൻ്റെ ഇതെത്ര വലുതാണെന്ന് നമ്മൾ ഗ്രഹിച്ചു കൊള്ളണം. ദൈവത്തിന് മുമ്പാകെ ആ വിഷയം എത്ര വലുതാണ്. അപ്പോൾ കറയും കളങ്കം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ പഠിച്ചതുപോലെ അനുസരണക്കേട് കളങ്കത്തെ ഉണ്ടാക്കും, മോഹം കറയെ ഉണ്ടാക്കും. കറയായാലും കളങ്കമായിരുന്നാലും അവൻ അസമാധാനത്തിലേക്ക് നീങ്ങും, രോഗത്തിലേക്ക് നീങ്ങും, ഏത് ചെയ്താലും തൃപ്തിയില്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങും. ഇന്ന് അതൊക്കെയും നീക്കുവാൻ കർത്താവ് പറയുകയാണ്, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം. ഇന്ന് ആരാധനയിൽ കൂടി നമുക്കത് പ്രാപിപ്പാൻ കഴിയും. ഏത് പ്രാപിപ്പാൻ? പൂർണ്ണ സമാധാനം. എങ്ങനെ ആരാധിക്കണം? കറയും കളങ്കവും ഇല്ലാത്തവരായി. എങ്ങനെ? അതാണ് തെറ്റ് മനസ്സിലാക്കിയപ്പോൾ 51-ാം സങ്കീർത്തനത്തിൽ 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, യഹോവേ, യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീ നീതിയാഗങ്ങളും ഹോമയാഗങ്ങളിലും സർവാംഗഹോമങ്ങളിലും പ്രസാദിക്കും. ഇപ്പൊ പ്രസാദമില്ല. പ്രസാദം ഉണ്ടാവണം എങ്ങനെയാ? കറയിരിക്കുക. നീതിമാനായ ഒരുവനെ കൊന്ന് അവന്റെ ഭാര്യയെ എടുത്ത് സുഖമായിട്ട് ജീവിച്ചോണ്ടിരിക്കുക. കറയാ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ. കറയാ. നാളുകളായി ആരാധിക്കുന്നുണ്ട്, മൃഗങ്ങളെ യാഗം കഴിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ വചനം പറയുന്നത് യാഗത്തിലല്ല, കരുണയിലാണ് ഞാൻ പ്രസാദിക്കുന്നത്. ദാവീദ് കൊണ്ടുപോയി
ഊനമില്ലാത്ത കാളയെ കൊണ്ടുപോയി കൈ കാൽ കെട്ടി ഇട്ടതിന് ശേഷം അറുത്ത് ആ രക്തം പുറത്തേക്ക് വരുമ്പോൾ നല്ല മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ, ആ മനുഷ്യൻ ആരായാലും അവൻ മരണയോഗ്യനെന്ന് പറഞ്ഞ മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ, ആ കാളയെ അറക്കുമ്പോൾ അപ്പോൾ ഓർമ്മ വരുമായിരുന്നു, ആ രക്തം ചെല്ലുമ്പോൾ അപ്പോൾ ഓർമ്മ വരുമായിരുന്നു ഊരിയാവിനെ. ആ കാള എന്ത് ചെയ്തു? ആ കാള എന്ത് തെറ്റ് ചെയ്തു? അപ്പൊ തന്നെ മനസാക്ഷി പറയും, ഊരിയാവ് എന്ത് തെറ്റ് ചെയ്തു? ഊരിയാവ് എന്ത് തെറ്റ് ചെയ്തു? ആ കാളയുടെ കഴുത്തറത്ത് രക്തം പുറത്തേക്ക് വരുവാ, ചീറ്റുവാ. അയ്യോ, ഈ രക്തം ചൊരിഞ്ഞത് യഥാർത്ഥത്തിൽ യാഗമല്ല, ഊരിയാവിന്റെ രക്തമാണ് അവിടെ കാണുന്നത്. നിരപരാധിയുടെ ദുഃഖമാണ് അവിടെ കാണുന്നത്. എന്നേ ഉണരുമായിരുന്നു. അതിന് പകരം നാളുകളായിട്ട് കാളയും ആടും കോലാട്ടുകൊറ്റനും എല്ലാം 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 അറുക്കലും പ്രാവിനെ എല്ലാ യാഗങ്ങൾക്കൊരു കുറവുമില്ല. ഒരൊറ്റ യാഗത്തിലും ദൈവം പ്രസാദിച്ചിട്ടുമില്ല, സമാധാനം ഉണ്ടായിട്ടുമില്ല. സമാധാനം എന്ന് പറയണതില്ല. ഒടുവിൽ സത്യം അറിഞ്ഞ് പിഴവന്റെ കയ്യിലുണ്ടെന്ന് മനസ്സിലാക്കി, തന്റെ തെറ്റിനെ മനസ്സിലാക്കി, ദൈവത്തിന്റെ ആത്മാവ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ തന്റെ സ്വന്തം വായ കൊണ്ട് തന്നെ വിധിച്ചു, ആ മനുഷ്യൻ മരണയോഗ്യനാണ്, ഞാൻ മരണയോഗ്യൻ എന്ന് പറയുന്നതിന് തുല്യമാണ്. അത് കേട്ടപ്പോഴേക്കും, അത് അറിഞ്ഞപ്പോഴേക്കും ഉടനെ പറയുകയാണ്, കർത്താവേ, യെരൂശലേമിന്റെ മതിലുകളെ പണിയണം. ആത്മസംയമനം അതാ ചോദിച്ചത്. കാരണം ആത്മസംയമനമില്ലാത്ത മനുഷ്യൻ മതിലില്ലാത്ത പട്ടണത്തിന് തുല്യനതാണ്. യെരൂശലേം പട്ടണത്തിന് മതിലില്ലെങ്കിൽ യാഗം കഴിക്കാൻ പാടില്ല. യെരൂശലേം പട്ടണത്തിന് അടച്ചുപൂട്ടില്ലെങ്കിൽ യാഗം കഴിക്കാൻ പാടില്ല. കാരണം ശത്രു വന്ന് കയറുകയും ഇറങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു സ്ഥലത്ത് യാഗം നടത്താൻ പാടില്ല. അതിന് അടച്ചുപൂട്ട് വേണം. അവിടെ ആരാധന യഥാസ്ഥാനപ്പെടണം. എന്നിട്ട് മാത്രമേ യാഗം കഴിക്കാവൂ. അപ്പൊ ഈ യാഗങ്ങളൊന്നും ദൈവത്തിന് പ്രസാദമല്ല. ആത്മസംയമനമില്ല. അതായത് ഭ്രമിച്ചുപോയി, മോഹിച്ചുപോയി. അത് നിമിത്തമുള്ള കറയും കളങ്കവും അസമാധാനവും ദാവീദിനെ ഭരിച്ച് നാളുകളായി. ഒടുവിൽ പറയുകയാണ്, സത്യം അറിഞ്ഞപ്പോൾ, കർത്താവേ, യെരൂശലേമിന്റെ മതിലുകളെ പണിയണം. അപ്പോൾ നീ നീതിയാഗങ്ങളിലും സർവാംഗഹോമങ്ങളിലും പ്രസാദിക്കും. നിന്റെ യാഗപീഠത്തിന്മേൽ കാളകളെ അർപ്പിക്കും. യാഗപീഠത്തിന്മേൽ കാളകളെ അർപ്പിക്കും. ദൈവം പ്രസാദിക്കും. ദൈവം പ്രസാദിച്ചെന്നുള്ളതിന് തെളിവാണ് സമാധാനത്തോടെ ഭവനത്തിലേക്ക് മടങ്ങും. സമാധാനത്തോടെ ഭവനത്തിലേക്ക് മടങ്ങും. ദൈവസന്നിധിയിൽ ഒരാരാധന എന്ന് പറയുന്നതിൻ്റെ മഹത്വമാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളെ തുടക്കം മുതലേ ആ ചിന്തിച്ച വിഷയം നമ്മൾ ഓർത്തുകൊള്ളണം. കാരണം ഒന്നുകിൽ കർത്താവ് വരുമ്പോഴാണെങ്കിലും ഈ ലോകത്തിലെ ജീവിതം അസ്തമിക്കുമ്പോഴാണെങ്കിലും നമ്മളുടെ പ്രാണൻ പൂർണ്ണ സമാധാനത്തിലായിരിക്കണം. ഇല്ല എങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. ശിമയോൻ പ്രാർത്ഥിച്ചതുപോലെ, ഇപ്പോൾ നാഥ, നീ എന്നെ സമാധാനത്തോടെ വിട്ടയക്കും. ഈ ലോകത്ത് നിന്ന് പോകും, മരിക്കാൻ പോവാ, സമാധാനത്തോടെ. യേശു പറയുന്നു, ഞാൻ വരുമ്പോൾ നിങ്ങൾ സമാധാനത്തിൽ കാണണം. ഈ രണ്ട് കാര്യങ്ങൾക്കും വിഘാതമായി നിൽക്കുന്ന രണ്ട് കാര്യം ഓർത്തുകൊള്ളണം. മരണസമയത്ത് അസമാധാനം വരുന്നതിൻ്റെ കാരണം അവൻ്റെ പ്രവൃത്തിയുടെ ദോഷമാണ്. കർത്താവ് വരുമ്പോൾ അവനെ എടുക്കുവാൻ സമാധാനമായി അവന് ഇരിക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം കറയും കളങ്കവുമാണ്. ഇന്ന് ദൈവം മുമ്പാകെ കടന്നു വന്ന് പ്രവൃത്തിയെ പരിശോധിച്ച് കറയുണ്ടാക്കുന്ന മോഹത്തെ നീക്കി ഏറ്റുപറഞ്ഞ്
കളങ്കമുണ്ടാക്കുന്ന അനുസരണക്കേടിനെ ദൈവത്തിന് മുമ്പാകെ ഏറ്റുപറഞ്ഞ് ഒരു ക്രമീകരണത്തോടു കൂടി ആരാധനയ്ക്ക് വേണ്ടി മുട്ടുകളെ മടക്കി അധികമൊന്നും പറയണ്ട. കർത്താവ് ചോദിക്കുന്നത്, കാളകളുടെ മാംസം ഞാൻ തിന്നുമോ? കോലാട്ടുകൊറ്റന്മാരുടെ രക്തം ഞാൻ കുടിക്കുമോ? എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുമോ? ഈ കാട്ടിലെ സകല മൃഗങ്ങളും ആർക്കുള്ളതാണ്? എൻ്റേതല്ലയോ? ഈ ലോകം മുഴുവനുള്ള കാടുകളിലുള്ള സകല ജീവികളും എൻ്റേതല്ലയോ? എനിക്ക് എന്തിനാ മാംസം? എനിക്ക് എന്തിനാ രക്തം? ഒറ്റ കാര്യമാണ് ഞാൻ പ്രസാദിക്കുന്നത്, ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കാം. ആ സ്തോത്രം കേൾക്കുമ്പോൾ അറിയാം, ആ സ്തോത്രത്തിന് ഒരു സ്വരമുണ്ട്. ആ സ്വരം പുറപ്പെട്ടു വരണമെങ്കിൽ സ്തോത്ര സ്വരം കേൾപ്പിക്കേണ്ടതിനും കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകേണ്ടതിനും നിന്റെ അത്ഭുതങ്ങളെയൊക്കെ വർണ്ണിക്കേണ്ടതിനും കുറ്റമില്ലായ്മയിൽ ഞാൻ എൻ്റെ കൈകളെ കഴുകുന്നു. കുറ്റമില്ലായ്മയിൽ കൈകളെ കഴുകാം. എന്തിനു വേണ്ടിയിട്ട്? സ്തോത്രം പറയാൻ. സ്തോത്രത്തിന് എന്തുണ്ട്? സ്തോത്രത്തിന് ഒരു സ്വരമുണ്ട്. ആ സ്വരത്തിൽ സ്തോത്രം പറയണം എന്നുള്ളതല്ലാതെ ഒരു യാഗവും ഒരു തരത്തിലുള്ള രക്തപാതകവും രക്തച്ചൊരിച്ചിലും ദൈവം ആഗ്രഹിക്കുന്നില്ല. വേണ്ട. നീ ചെയ്യുന്ന കാര്യങ്ങളൊന്നും 1,20,000 ആടുകളെ ചളമോ യാഗം ഒന്നും ചെയ്യണ്ട. നീ ആ സ്വരത്തോടുകൂടി സ്തോത്രം പറഞ്ഞാൽ മതി. ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അവിടെ വെച്ചതിന് ശേഷം സ്വരത്തോടുകൂടി സ്തോത്രം പറ. സ്വരത്തോടുകൂടി സ്തോത്രം പറയാൻ സാധിക്കുന്നില്ല. കാരണം കൈകളിൽ ദുഷ്കർമ്മമുണ്ട്, തെറ്റുണ്ട്, കറയും കളങ്കവുമുണ്ട്. അതിന് ഏറ്റവും ആദ്യം തന്നെ ഒരു പരിഹാരം വരുത്തണം. ദൈവത്തിന് മുമ്പാകെ തൻ്റെ തെറ്റുകളെ ഗ്രഹിച്ചറിഞ്ഞ് അത് ക്രമീകരണം വരുത്തണം. അത് കഴിഞ്ഞതിന് ശേഷം സ്തോത്രം പറയുമ്പോൾ ആ സ്തോത്രത്തിൽ നിന്നൊരു സ്വരം ഉണ്ടാകും. അത് മതി ദൈവത്തിന്, അത് മതി. നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നത് എന്താ? ധർമ്മശേഖരം നടത്തുക. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ധർമ്മശേഖരം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ദരിദ്രർക്ക് മുട്ടുതീരും. ദാരിദ്ര്യത്തിലിരിക്കുന്ന ദരിദ്രർക്ക് മുട്ടുതീരും. പക്ഷെ അതിനേക്കാൾ വലിയൊരു കാര്യമുണ്ട്. എന്താണ്? ദൈവത്തിന് സ്തോത്രം വരാൻ കാരണമായി തരും. നിരപരാധികളും നിഷ്കളങ്കരും നിർധനരും അഗതികളുമായ മനുഷ്യർക്ക് അനുഗ്രഹം, സഹായം ലഭിക്കുമ്പോൾ അവരിൽ നിന്ന് സ്തോത്രം വരും. ആ സ്തോത്രത്തിന് സ്വരമുണ്ടാകും. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട, ദൈവം പ്രസാദിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് സ്തോത്ര സ്വരം. സമാധാനമില്ലാത്തവനിൽ നിന്ന് സ്തോത്രസ്വരം വരില്ല. ആരാധനയിൽ ദൈവം പ്രസാദിച്ചവൻ സ്തോത്രം എന്ന് പറയുമ്പോൾ സ്വർഗം മുഴങ്ങും. മകനെ യാഗം കഴിക്കാൻ പോയതുപോലെയല്ല തിരിച്ചു വരുന്നത്. മകനെ യാഗം കഴിക്കാൻ പോകുമ്പോ അബ്രഹാമിനുള്ള ശബ്ദമല്ല തിരിച്ചു വരുമ്പോ സ്തോത്രം എന്ന് പറഞ്ഞാൽ സ്വർഗം മുഴങ്ങും. കാരണം ആരാധനയിൽ പൂർണ്ണ സമാധാനത്തിൽ വരുക. ആരാധന അത് വലിയൊരു ആരാധനയായിരുന്നു. ഇതുപോലെ ദൈവത്തിന്റെ ജനത്തിന് ഇന്ന് ആരാധനയിൽ പൂർണ്ണ സമാധാനം വന്നിട്ടുണ്ടെങ്കിൽ അത് അവന്റെ സ്തോത്ര സ്വരത്തിൽ അറിയാം. ആ സ്വരം മുഴങ്ങിയാൽ ശത്രു പിന്തിരിയും. ആ സ്വരത്തിന് സാധിക്കാത്തൊരു കാര്യമില്ല. ആ സ്വരത്തിന്റെ മുമ്പിൽ വഴങ്ങാത്ത ആരുമില്ല. അത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്താണ്. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ചിലർ എവിടെ ആശ്രയിക്കുന്നു? രഥങ്ങളിൽ. ഇപ്പൊ രഥമല്ലല്ലോ, കാറല്ലേ. റോൾസ് റോയ്സ് 10 ഉണ്ട്.
പിന്നെ ബുഗാട്ടി ഉണ്ട് ഒരെണ്ണം. ഇങ്ങനെയൊക്കെയുള്ള വാഹനങ്ങളും പണവും കൊണ്ട് തിങ്ങിയ ഒരു ലോകമാണിത്. ഇങ്ങനെ അനേകർ ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും പ്രശംസിക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് പ്രശംസിക്കാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ. ദൈവമേ, എനിക്കൊരു റോൾസ് റോയ്സ് വേണമെന്നല്ല, എനിക്കൊരു സമ്പന്നത വേണമെന്നല്ല. പിതാവേ, നിന്റെ നാമത്തെ, ചില രഥങ്ങളിലും ചില കുതിരകളിലും ആശ്രയിച്ച് ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കണം. ദൈവമേ, നിന്റെ നാമത്തെ കീർത്തിക്കും. നിന്റെ നാമത്തെ കീർത്തിക്കുന്നത് എങ്ങനെയാ? അവന്റെ നാമത്തെ ഏറ്റു പറയുന്ന അധരബലം എന്ന സ്തോത്രയാഗം. അപ്പൊ ഇത്രയും സമ്പന്നത ഒരു വശത്ത്, ഭക്തന്റെ ആഗ്രഹം എന്താ? ദൈവമേ, സ്തോത്രം എന്ന് പറയുമ്പോ അതിനകത്ത് ഈ സ്വരം വേണം. ഏത് സ്വരം? സ്വർഗത്തിലെത്തുന്ന സ്വരം. ഓ ഹല്ലേലൂയ! ആ സ്വരം, അതൊന്നു മാത്രമാണ് എന്റെ സമ്പത്ത്. പത്രോസ് പറഞ്ഞതുപോലെ, പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല. അവിടെ എന്തെങ്കിലും ഭിക്ഷ യാചിക്കുന്നവൻ പറയുകയാണ്, ഭിക്ഷ യാചിക്കുന്നത് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച്. കാരണം ഇവർ കർത്താദാസന്മാർ വലിയ വലിയ കാര്യങ്ങളാണ് പറയാം. എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് ശ്രദ്ധിച്ച് നോക്കി. അവൻ പ്രതീക്ഷയോടെ ഇരിക്കുക, എന്തെങ്കിലും കിട്ടുമെന്ന്. അവൻ്റെ രോഗം സൗഖ്യമാകണമെന്നല്ല അവൻ പറയാൻ. എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനോ ജീവിക്കാനോ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് നോക്കി. പത്രോസ് പറഞ്ഞു, വെള്ളിയും പൊന്നും എനിക്കില്ല, വെള്ളിയും പൊന്നും ഇല്ല, ഞങ്ങൾക്കുള്ളത് ഞാൻ തരുന്നു. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. അവർക്കുള്ളത് യേശുക്രിസ്തുവിന്റെ നാമമാണ്. അപ്പൊ വെള്ളിയും പൊന്നും ഒരു വശം, കർത്താവിന്റെ നാമത്തെ ഏറ്റുപറയുന്ന സ്തോത്ര സ്വരം ഒരു വശം. ഏതിന് വില? കർത്താവിന് സ്തോത്രം. സാറാഫുകൾ ആരാധിച്ചപ്പോൾ മന്ദിരത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങിയെന്ന് പറയുന്നത് പോലെ സ്തോത്ര സ്വരം കേൾപ്പിക്കാൻ കഴിവുള്ളവൻ, സ്തോത്ര സ്വരം കൈവശമുള്ളവൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്നു, പിന്നെ എന്തിനാ യാഗം? പിന്നെ എന്തിനാണ് ഈ ധൂപം? ഇതൊക്കെയും മനുഷ്യനെ നടത്തിക്കൊണ്ട് പോകുന്ന ഈ ഒരു ശബ്ദത്തിലേക്കാണ്, ഈ സ്വരത്തിലേക്കാണ്. ഇവിടെ നിന്ന് നമ്മൾ ഒച്ച എടുത്തു കഴിഞ്ഞാൽ എത്ര 10 കിലോമീറ്റർ അല്ലെങ്കിൽ 100 കിലോമീറ്റർ കേൾക്കും. കൂടുതൽ കേൾക്കുമോ? അത്ര ഒച്ച എടുത്തു കഴിഞ്ഞാൽ ചില കിലോമീറ്ററുകൾ കേട്ടെന്നിരിക്കും. എന്നാൽ കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമെന്ന് പറഞ്ഞത് എത്ര കോടി കിലോമീറ്റർ അകലെ ആണെന്ന് നമുക്ക് നിശ്ചയമില്ല. നോക്കിയപ്പോൾ കർത്താവായ യേശു ദൈവസിംഹാസനത്തിന്റെ മുമ്പാകെ എഴുന്നേറ്റ് നിൽക്കുന്നു. എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. യേശു കേട്ടു, കൈക്കൊണ്ടു, മറുപടി തന്നു. സ്തോത്രസ്വരം, പ്രാർത്ഥനാ ശബ്ദം. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു. എന്നാൽ അവൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. ആ ശബ്ദം, അവിടെ എത്തുന്ന ശബ്ദം. ഇന്ന് ഈ ആരാധനയിൽ നാം പൂർണ്ണ സമാധാനത്തിലായി. എങ്ങനെ? നമ്മുടെ ജീവിതത്തിൽ അസമാധാനം ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ, കറ, മോഹത്താൽ ഉണ്ടാകുന്ന കറ, അനുസരണക്കേടിനാൽ ഉണ്ടാകുന്ന കളങ്കം, ഇവയെ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ക്രമീകരണം പ്രാപിച്ച് ആരാധനയിൽ കൂടി പൂർണ്ണ സമാധാനം പ്രാപിച്ച് ആ സമാധാനത്തിൽ 50-ാം സങ്കീർത്തനത്തിൽ കർത്താവ് പറയുന്ന പോലെ, ഇതൊന്നും നീ ചെയ്യണ്ട, ഇതൊന്നുമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കാം. കാരണം അതിനൊരു സ്വരമുണ്ട്. സ്തോത്ര സ്വരം കേൾപ്പിക്കണം. ഇന്ന് ഈ ആരാധന തീരുന്നതിന് മുമ്പ് ആ സ്വരം നമ്മിൽ നിന്ന് പുറപ്പെട്ടാൽ നാം ധനികരാണ്, നാം സമ്പന്നരാണ്. ദൈവ വിഷയമായി നാം സമ്പന്നരാണ്. ഒരു വാക്ക് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കുന്നു. ഇന്ന് കർത്താവിന്റെ നാമത്തെ കീർത്തിക്കുന്ന അധരബലം എന്ന സ്തോത്രയാഗം സ്വരത്തോടു കൂടി അർപ്പിപ്പാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി തരുമാറാകണം.
കർത്താവെ ഞങ്ങളുടെ സമ്പത്ത് അത് തന്നെയായിരിക്കട്ടെ. കർത്താവെ ഞങ്ങൾക്ക് കർത്താവെ പ്രാപിക്കാനുള്ളത് അത് തന്നെയെന്ന് ഞങ്ങൾ മനസ്സിലാക്കട്ടെ. കർത്താവെ ആ സ്വരത്തിൽ ദൈവം പ്രസാദിക്കണമേ. സ്വർഗത്തിൽ വസിക്കുന്ന യേശു ഇന്ന് ആ സ്വരം കേൾക്കട്ടെ, മറുപടി തരട്ടെ. ഈ ആരാധനയിൽ കൂടി ഞങ്ങൾ പൂർണ്ണ സമാധാനം പ്രാപിക്കട്ടെ. താഴ്ത്തുനിന്ന് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ. പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ നീക്കി, പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ നീക്കി, ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും. ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും. യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ. യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. യേശുവേ സ്തോത്രം, സ്തോത്രം.